ഹലോ ഗൈസ്, മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം സ്ട്രഗിൾ ചെയ്യണമെന്ന് കേട്ടിട്ടുണ്ടല്ലേ. ഇപ്പം നമുക്കായാലും നമ്മളുടെ ലൈഫ് വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3BHK എന്ന് പറഞ്ഞ ഒരു മൂവിയാണ്. മസ്റ്റ് വാച്ച് മൂവിയാണ്. ഒരു ഫീലിംഗ് ഗുഡ് മൂവിയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് കുറച്ച് കണ്ടപ്പോൾ തന്നെ അത് റെക്കോർഡ് ചെയ്യാനായിട്ട് ആ സിനിമ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നിയില്ല. അങ്ങനെ കണ്ടിരിക്കാനായിട്ട് തോന്നിയ ഒരു മൂവിയാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. അപ്പം അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കം തന്നെ ഒരു ഫാമിലിയാണ് കാണിക്കുന്നത്. ഒരച്ഛൻ, രണ്ട് മക്കളും പിന്നെ ഒരു അമ്മയും. അച്ഛന്റെ പേര് വാസുദേവൻ എന്നാണ്. വാസുദേവന് ഒരു മകനും ഒരു മകളുമാണ് ഉള്ളത്. മകൻ പ്രഭു, മകൾ ആരതിയും. നല്ല സന്തോഷമായിട്ട് പോകുന്ന ഫാമിലി. എന്നാൽ ഇവര് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടായിരുന്നില്ല. വർഷാവർഷം വാടക കൂടുന്നോണ്ട് തന്നെ ഇവര് ഓരോ വീട്ടിലേക്കും മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ അവര് പുതിയ വീട്ടിലേക്ക് വന്നേക്കാണ്. പ്രഭുവിന് ഈ വീട് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ആരതിയോട് ചോദിക്കുമ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നാ പറയുന്നത്. 500 രൂപ വാടക കുറവാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീട് അവര് ചൂസ് ചെയ്തത്. വാസുവിന്റെ ഭാര്യ ഉണ്ടല്ലോ, ഒരു പരാതിയും പറയാത്ത പാവ ഒരു സ്ത്രീയാണ്. ആ വീട്ടിലേക്ക് വന്നിട്ട് ഒരു കുറ്റവും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ആകെ ആ വീട്ടില് ഒരു റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ റൂമില് പ്രഭു ആരതിയാണ് കിടക്കുന്നത്. വാസുദേവൻ ഭാര്യയും ഹാളിൽ കിടക്കാന്ന് പറയാണ്. ഇപ്പൊ ആ ഒരു വീടിന്റെ ഓണർ അവിടേക്ക് വരുന്നുണ്ട്. ഒട്ടും കൾച്ചർ ഇല്ലാത്ത ഒരാളായിരുന്നു. വെറുതെ ചീത്ത പറയാ, വെള്ളം കുറച്ച് ഉപയോഗിക്കും, ലൈറ്റ് കുറച്ചിട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പ്രഭുവിന് ഇതുകൊണ്ട് തന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ ആരതിക്കും ഇഷ്ടപ്പെട്ടില്ല. ഒരു മര്യാദ ഇല്ലാത്ത ആൾക്കാരാണ്, അച്ഛനോട് ചൂടാവണമെന്നും പറഞ്ഞിട്ട് അവളാന്ന് വെച്ച് ഈ വീട് മാറാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവർക്ക് പുതിയ ഒരു വീട് വാങ്ങണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൈസ സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. ഇത്രയും വർഷം വാസു പൈസ ചേർത്ത് വെച്ച് 7.5 ലക്ഷം രൂപ വീട് വാങ്ങാനായി അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഒരാളുടെ മുന്നിൽ ഇങ്ങനെ കേന്ന് അപേക്ഷിച്ച് നിൽക്കണ്ട എന്ന് കരുതിയിട്ട് അവര് ആ ഒരു പൈസക്ക് തന്നെ വീട് വാങ്ങാന്ന് വിചാരിക്കുകയാണ്. ആക്ച്വലി വാസു ഒരു നല്ല ഏരിയയില് കുറച്ചധികം പൈസ ആയാലും വീട് വാങ്ങാന്ന് വെച്ചിരിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ വേറെ നിവർത്തിയില്ലാതെ ഏതോ ഒരു ലോക്കൽ ഏരിയയിൽ പോയിട്ട് സ്ഥലം നോക്കുന്നുണ്ട്. വാസു ഒട്ടും തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ഫാക്ടറിയിൽ അവൻ മാനേജർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം അവൻ വർക്കിന് പോകുമ്പോൾ അവിടെ കമ്പ്യൂട്ടർ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അവൻക്കാണെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനും അറിയില്ല. ഇപ്പൊ ഓണർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓണർ ഒരു വയസ്സായിട്ടുള്ള ആളാണ്. ആ ഒരാളുടെ മകനാണ് അത് കൊണ്ടുവച്ചതെന്ന് പറയുന്നുണ്ട്. എന്നാ ഓണർ നല്ല ആളായതുകൊണ്ട് തന്നെ വാസുവിനോട് അതൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല, നിനക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങാനായിട്ട് അവര് അതിന്റെ കോൺട്രാക്ടറെ പോയി കാണുന്നുണ്ട്. അയാൾ പക്ഷെ 15 ലക്ഷം രൂപ വേണമെന്ന് പറയാണ്. ഇവരുടെ കയ്യിലാകെ 7 ലക്ഷം രൂപ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വീട്ടിൽ വന്നിട്ട് ഭയങ്കര ഷോക്ക് ആയിട്ടിരിക്കുന്ന വാസുവിന്റെ അടുത്തേക്ക് അവന്റെ മകള് വന്നിട്ട് പ്ലാൻ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ആവശ്യമുള്ളത് 15 ലക്ഷം രൂപ. അവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 7.5 ലക്ഷം. ഭാര്യയുടെ സ്വർണ്ണമൊക്കെ വിറ്റിട്ടുണ്ടെങ്കിൽ ഒരു 3.5 ലക്ഷം രൂപയും കൂടി കിട്ടും. അങ്ങനെ ഇപ്പൊ കുറച്ചൊക്കെ അവർ ഒപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു വർഷത്തിനുള്ളിൽ വാസു 25,000 വെച്ച് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ടാർഗറ്റ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ആരതി പറയുന്നുണ്ട്. ആരതി നന്നായി തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ആക്ച്വലി പ്രഭു ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. +2 ആണ്. ആരതി 9th സ്റ്റാൻഡേർഡിൽ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. പ്രഭുവിനെ ഇത്തിരി പഠിക്കുന്നതിൽ മോശമായതുകൊണ്ടാണ് അവന് പ്രൈവറ്റ് സ്കൂളിൽ ചേർത്തിരിക്കുന്നത്, ഫ്യൂച്ചർ നന്നാക്കാൻ വേണ്ടിയിട്ട്. ആരതി എവിടെ പോയാലും പഠിക്കുന്നുള്ളതുകൊണ്ട് അവളെ ഗവൺമെന്റ് സ്കൂളിലും ആക്കാണ്. വാസുവിന്റെ ഭാര്യ സൈഡായിട്ട് എന്തെങ്കിലും പൈസ കിട്ടാൻ വേണ്ടി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കാനായിട്ട് തുടങ്ങാണ്. നല്ല സപ്പോർട്ടീവ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലി. വാസുവും അവന്റെ ഓണറുടെ അടുത്ത് ചെന്നിട്ട് എക്സ്ട്രാ വർക്ക് ചോദിച്ചു വാങ്ങുന്നുണ്ട്. അതിന് എക്സ്ട്രാ 10,000 രൂപ അവനക്ക് കിട്ടുമായിരുന്നു. ഇപ്പൊ ഒരു ദിവസം പ്രഭുവിന്റെ സ്കൂളിൽ നിന്ന് വിളിപ്പിക്കുന്നുണ്ട്. എന്താന്ന് പോയി നോക്കുമ്പോ അവന് പഠിത്തത്തിൽ ഭയങ്കര മോശമാണെന്നും TC വാങ്ങി കൊണ്ടുപൊക്കോളാനായിട്ട് പറയാണ്. ഈ ദേഷ്യത്തില് വാസു എന്ന് വെച്ചാൽ പ്രഭുവിനെ അടിക്കാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട്. പക്ഷെ ഇന്നേ വരെ തന്റെ മകനെ അടിച്ചിട്ടേ ഇല്ല. ആ ഒരു വിഷമം അവനക്ക് ഉണ്ടായിരുന്നു. വാസു എങ്ങനെയൊക്കെ അച്ഛമിന്റെ കാലും കൈയും പിടിച്ച് അടുത്ത എക്സാമിന് അവൻ നല്ല മാർക്ക് വാങ്ങുമെന്ന് പറയാണ്. പ്രഭുവിനെ ഒന്ന് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. പ്രഭു ഇപ്പൊ ഭയങ്കര ഷോക്ക് ആയിട്ടാണ് ഉള്ളത്. അവനക്ക് ശരിക്കും പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവനക്ക് എത്ര പഠിച്ചിട്ടും അങ്ങോട്ട് തലയിൽ കയറുന്നില്ല. അത് മാത്രമല്ല പ്രൈവറ്റ് സ്കൂളില് ടീച്ചേഴ്സ് ആണെന്ന് വെച്ചാൽ മര്യാദക്ക് ക്ലാസ് എടുക്കുന്നില്ല. രണ്ടാമത് ഡൗട്ട് ചോദിച്ചാൽ പോലും പറഞ്ഞു തരുന്നില്ല. അവന്റെ ക്ലാസ്സിൽ ഐശ്വര്യ എന്ന് പറഞ്ഞ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവളും ഇവനെ പോലെ തന്നെയാണ്, പഠിത്തത്തില് ഭയങ്കര മോശമാണ്. രണ്ടുപേരും ഏത് സമയവും ക്ലാസ്സിന് പുറത്തായിരിക്കും, മാർക്ക് കുറഞ്ഞുകൊണ്ടൊക്കെ. ആ ഒരു സ്കൂളില് പ്രഭുവിന് ആകെയുള്ള ഒരു ആശ്വാസം ഐശ്വര്യ മാത്രമായിരുന്നു. അങ്ങനെ അവര് രണ്ടുപേരും ഒരു ട്യൂഷൻ പോയാണെന്ന് വിചാരിക്കുന്നുണ്ട്. പ്രഭു വീട്ടിൽ വന്ന് അതിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും ട്യൂഷൻ ഫീസ് 1000 രൂപ ആയിരിക്കുന്നോണ്ട് തന്നെ വാസു അതിന് സമ്മതിക്കുന്നില്ല. ആരതി അവനെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രാവിലെ തന്നെ 5 മണിക്ക് അലാറം വെച്ച് ടെറസിന്റെ മുകളിൽ കയറി ഇരുന്ന് പ്രഭു പഠിക്കുന്ന സമയത്ത് ആ ഒരു ഓണറുടെ മകൾ അവിടേക്ക് വരുന്നുണ്ട്. അവളും ഈ ടൈമിലാണ് പഠിക്കാറുള്ളത്. എന്നാൽ പ്രഭു അവിടെ ഇരിക്കുന്നോണ്ട് തന്നെ അവൾ അവിടെ നിന്ന് പോകാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ആ ഓണർ വന്നിട്ട് പ്രഭുവിനോട് ടെറസിന്റെ മുകളിൽ ഒന്നും ഇരുന്ന് പഠിക്കാതെ അകത്തിരുന്ന് പഠിക്കാനൊക്കെ പറഞ്ഞു
പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ വാസുവും തന്റെ മകനെ ട്യൂഷൻ അയക്കുന്നുണ്ട്. അങ്ങനെ ഐഷുവും വാസുവും ട്യൂഷന് പോവാണ്. അവര് നല്ലോണം ഫ്രണ്ട്സ് ആവുന്നുണ്ട്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ പബ്ലിക് എക്സാമിന്റെ ആ ഒരു ദിവസം വരാണ് പ്രഭുവിന് മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നതെല്ലാം തന്റെ അച്ഛന്റെ കഷ്ടപ്പാടും തന്റെ അച്ഛൻ പറഞ്ഞ വാക്കുകളൊക്കെ ആണ്. അവൻ എങ്ങനെയെങ്കിലും എക്സാം എഴുതണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ എഴുതുന്നത് മുഴുവൻ തെറ്റായോണ്ട് അവൻ വെട്ടി വെട്ടി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എക്സാം കഴിഞ്ഞിട്ടും ഭയങ്കര ഷോക്കായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഐഷു ആ സമയം അവനെ ഒന്ന് കൂളാക്കാൻ വേണ്ടി ധൈര്യമായിട്ടിരിക്കും, നെഗറ്റീവ് ആയിട്ടൊന്നും സംഭവിക്കില്ല എന്നെല്ലാം പറയാണ്. ഐഷു ഈ സമയം അവളുടെ ഗ്രാമത്തിലേക്ക് പോവാണ്. ഇനി എക്സാമിന്റെ റിസൾട്ട് വരുന്ന ദിവസമേ വരുള്ളൂ എന്ന് പറയാണ്. റിസൾട്ടിന്റെ ദിവസം തന്നെ ഐഷു വിളിച്ച് അവര് രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് റിസൾട്ട് നോക്കാനായിട്ട് പോകുന്നത്. പ്രഭുവിന്റെ റിസൾട്ട് നോക്കുന്നുണ്ട്. അവൻ പാസ്സായി, പക്ഷെ മാർക്ക് ഭയങ്കര കുറവാണ്. ഐഷു ഫെയിൽ ആവേ ചെയ്തു. ആ ഒരു വിഷമത്തിലാണ് അവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഐഷുവിന് അന്നാണ് അവൻ ലാസ്റ്റ് ടൈം കണ്ടത്. വീട്ടിൽ വന്ന് ഈ ഒരു കാര്യം അമ്മയോട് പറയുമ്പോ അമ്മ പ്രഭുവിന്റെ മുഖത്തിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. രാത്രി ജോലി കഴിഞ്ഞ് അച്ഛനും വരുന്നുണ്ട്. അച്ഛൻ വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം എന്താന്ന് വെച്ചാല് അവന്റെ ഒരു കൊല്ലം ടാർഗറ്റ് കംപ്ലീറ്റ് ആയി. 25,000 രൂപ വെച്ച് മാറ്റി ഇപ്പൊ അവന്റെ കയ്യിൽ വീട് വാങ്ങാനുള്ള ഒരു 15 ലക്ഷം രൂപ ആയിട്ടുണ്ടായിരുന്നു. പ്രഭു ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ട് എന്താന്ന് ചോദിക്കുമ്പോ ആ ഒരു മാർക്ക് ലിസ്റ്റ് എടുത്ത് കാട്ടിക്കൊടുക്കുന്നുണ്ട്. അച്ഛൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് റൂമിനകത്തേക്ക് പോവാണ്. ഈ സമയത്ത് ആ ഒരു ഓണർ വന്നിട്ട് പ്രഭുവിനോട് മാർക്ക് എത്രാന്ന് ഒന്ന് കളിയാക്കുന്ന പോലെ ചോദിക്കുകയാണ്. ഈ ദേഷ്യത്തില് വാസു വന്ന് ആ ഓണറെ നല്ലപോലെ ചീത്ത പറയുന്നുണ്ട്. ഇന്നേ വരെ ആരോടും അങ്ങനെ ദേഷ്യപ്പെടാത്ത ഒരാളായിരുന്നു വാസു. അവന്റെ അവസ്ഥ കൊണ്ട് അവൻ ദേഷ്യപ്പെട്ടും തുടങ്ങി. പിറ്റേ ദിവസം വിഷമിച്ചിരിക്കുന്ന പ്രഭുവിന്റെ അടുത്ത് വന്ന് വാസു പറയാണ്, നീ ഒന്നും പേടിക്കണ്ട, നിനക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ല പഠിക്കണ്ടേ, നീ അത് തന്നെ പഠിച്ചോ, വീട് നമുക്ക് 2 വർഷം കഴിഞ്ഞിട്ട് വാങ്ങാന്ന് പറയാണ്. അതായത് വീട് വാങ്ങാൻ വെച്ച ആ ഒരു പൈസ കൊണ്ട് പ്രഭുവിന്റെ പഠിത്തം നോക്കാന്ന് അച്ഛൻ വിചാരിക്കുകയാണ്. അവന്റെ ഫ്യൂച്ചർ ആയിരുന്നു അവർക്ക് വലുത്. അങ്ങനെ ആ ഒരു വലിയ കോളേജില് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടുത്തെ മാനേജർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനൊന്നും ഇപ്പൊ ഫ്യൂച്ചർ ഇല്ലാന്നും IT എടുക്കുന്നതാണ് നല്ലതെന്നും പറയാണ്. അവര് ഭയങ്കര ബ്രെയിൻ വാഷിംഗ് ആയിരുന്നു. പ്രഭു എന്നാ വേണ്ട, ഞാൻ മെക്കാനിക്കൽ തന്നെ പഠിച്ചോളാന്ന് പറയുന്നുണ്ട്. എന്നാൽ വാസുവിന്റെ മനസ്സൊന്ന് ചാഞ്ചാടിയൊന്നും തന്നെ മകനെ വിളിച്ച് അവന് ഉപദേശിക്കുകയാണ്. ഇപ്പൊ ഫ്യൂച്ചർ അതാണ്, IT തന്നെ എടുക്കാന്ന്. അങ്ങനെ അവനക്ക് ഇഷ്ടപ്പെടാത്ത IT തന്നെ അവൻ ചൂസ് ചെയ്യാണ്. ഫസ്റ്റ് ദിവസം ക്ലാസ്സിൽ അവനക്കൊരു ഫ്രണ്ടിനെയും കിട്ടുന്നുണ്ട്. അവനും പ്രഭുവിനെ പോലെ തന്നെ വലിയ പഠിക്കാത്ത കുട്ടിയായിരുന്നു. അങ്ങനെ കോളേജ് ഡേയ്സ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനക്ക് ഇപ്പോഴും ഐഷുവിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഐഷുവിന്റെ വീട്ടിൽ പോയി അന്വേഷിക്കുമ്പോൾ വീടെല്ലാം പൂട്ടിയിട്ടേക്കാണ്. അവര് കുറെ നാളായി അവിടെ നിന്ന് താമസം മാറി. ആർക്കും എവിടേക്കാണ് പോയതെന്ന് അറിയേയില്ല. ഇപ്പൊ ആരതിയുടെ 10th റിസൾട്ട് വരുന്നുണ്ട്. അവൾക്ക് 93% മാർക്ക് കിട്ടാണ്. എന്നാ അച്ഛന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആരതി ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പഠിച്ചോളാന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ പ്രഭുവിന് താൻ കാരനാണ് പഠിക്കുന്ന തന്റെ അനിയത്തിക്ക് പോലും നല്ലൊരു ഫ്യൂച്ചർ ഇല്ലാതെ പാട്ട കോളേജിൽ പഠിക്കേണ്ട വരുന്നതെന്ന് ആലോചിച്ച് സങ്കടം തോന്നുന്നുണ്ട്. പ്രഭുവിന്റെ ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് വരുന്നുണ്ട്. അവൻ ഒരു വിഷയത്തില് അരിയർ കിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇനി അച്ഛന്റെ പൈസ കളയാൻ പറ്റൂല, അവൻ പഠിപ്പ് നിർത്താന്ന് പറഞ്ഞ് വീട്ടിൽ അത് പറയാനായിട്ട് പോകുന്നുണ്ട്. അച്ഛൻ രാത്രി ജോലി കഴിഞ്ഞ് വരുന്നുണ്ട്. എന്നാൽ അച്ഛൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം എന്താന്ന് വെച്ചാല് അവന്റെ ഓണറുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ കടം വാങ്ങിയിട്ട് ആ ഒരു കോൺട്രാക്ടറെ പോയി കണ്ട് അഡ്വാൻസ് കൊടുക്കാനായിട്ട് വാസു പോകുന്ന സമയത്ത് ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ വില 15 ലക്ഷം രൂപ ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞോണ്ട് തന്നെ ആ ഒരു അപ്പാർട്ട്മെന്റിന് 25 ലക്ഷം രൂപ വില ആയിന്ന് പറയാണ്. പാവം വാസുവിന് ആ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു. വാസുവിന്റെ ആകെയുള്ള പ്രതീക്ഷ തന്റെ മകൻ പഠിച്ച് ബാക്കി പൈസ അവൻ അറേഞ്ച് ചെയ്ത് ആ വീട് വാങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. തന്റെ അച്ഛൻ തന്നിൽ അത്രയും പ്രതീക്ഷ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രഭുവും ഇനി എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, നന്നായി തന്നെ പഠിക്കണം, മാർക്ക് വാങ്ങണം എന്ന് കരുതുന്നുണ്ട്. കോളേജിൽ അവന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ കാണുന്ന വെച്ചാൽ 3 അരിയേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ അച്ഛനെ ബുദ്ധിമുട്ടിക്കേണ്ട, അരിയർ ഫീസ് ഒക്കെ അടയ്ക്കാനായിട്ട് നല്ലൊരു തുക ആവശ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ പാർട്ട് ടൈം ആയിട്ട് ഒരു ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു പൈസ വെച്ച് അരിയർ ഫീസും അടയ്ക്കുക, ബുക്ക് വാങ്ങാന്നായിരുന്നു അവന്റെ കാൽക്കുലേഷൻ. വാസു ഒരു ദിവസം ജോലിക്ക് പോകുന്ന സമയത്ത് അവിടെ അവന്റെ ഓണർ അല്ല ഉള്ളത്, ഓണറിന്റെ മകനാണ്. ഓണർക്ക് എന്തോ വയ്യാന്നും ഇനി മുതൽ മകനാണ് ഇതൊക്കെ ഡീൽ ചെയ്യുന്നതെന്നും പറയാണ്. പിന്നെ ആ ഒരു കമ്പ്യൂട്ടർ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ടാലിയിൽ ഇനി ഫയൽസ് ഒക്കെ കയറ്റിയാൽ മതിയെന്ന് പറയുന്നുണ്ട്. എന്നാ വാസുവിന് ടാലി അറിയില്ലായിരുന്നു. ഇതുകൊണ്ട് തന്നെ ആ ഒരു മകനും 1 മാസത്തിനുള്ളിൽ ടാലി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ജോലിയിൽ നിന്ന് പറഞ്ഞയക്കുമെന്ന് പറയാണ്. ഇപ്പൊ തന്റെ മകളായിട്ടുള്ള ആരതിയുടെ കൂടെ ടാലി ക്ലാസ്സിന് വാസു ചെന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. പ്രഭു ഈ സമയത്തെല്ലാം പാർട്ട് ടൈം ജോലി ചെയ്ത് പൈസ സമ്പാദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വാസുവിന്റെ ടാലി എക്സാമില് അവൻ പാസ്സാവാണ്. ആ ഒരു സന്തോഷത്തിൽ എല്ലാവർക്കും ലഡു വാങ്ങി കൊണ്ടുവരുന്നുണ്ട്. വാസു പ്രഭുവിനെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അവനോട് ടെറസിന്റെ മുകളിലേക്ക് വരാനായിട്ട് പറയാണ്. മെഷീന്റെ സ്മെല്ല് കിട്ടിയോണ്ട് തന്നെ പ്രഭു പാർട്ട് ടൈം ആയിട്ട് എന്തിനോ പോകുന്നുണ്ടെന്ന് വാസുവിന് മനസ്സിലാവാണ്. വാസു ഇതുപോലെ തന്നെയായിരുന്നു. തന്റെ അനിയത്തിമാരെയും അനിയന്മാരെയും നോക്കാൻ വേണ്ടി അവന് പഠിക്കാതെ പണിക്ക് പോയി. അതുകൊണ്ട് അവനിക്ക് ഇപ്പൊ ഒരു ഫ്യൂച്ചർ ഇല്ല. അതുപോലെ നീ ആവരുതെന്നും, നീ പഠിക്കും, നിന്നെ നോക്കാനായിട്ട് ഞാനുണ്ട്, ഒരു പണിക്കും പോകണ്ടാന്ന് വാസു പ്രഭുവിനോട് പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. പ്രഭു തന്റെ അച്ഛനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. വാസു ഇപ്പൊ ഒരു ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫാസ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് മാനേജർ വിളിച്ച് പറയുന്നുണ്ട്. ഈ സമയം ഭാര്യയോട് സന്തോഷത്തോടുകൂടി കാര്യം പറയുന്നുണ്ടെങ്കിലും അവൻ ഇത്ര നാള് ഉറക്കൊളച്ച് പണി ചെയ്യുന്നോണ്ട് തന്നെ ആകെ ടയേർഡായി ഇരിക്കുന്ന പോലെ ഉണ്ടെന്നാണ് ഭാര്യ പറയുന്നത്. എന്നാ അവന് എന്റെ സന്തോഷം കാണാതെ എന്റെ ദുഃഖം മാത്രം ഫോക്കസ് ചെയ്യല്ലേ, എന്നെ ഈ വീട്ടിൽ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാണ്. ആ സമയത്ത് വാസുവിന് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാണ്. ഡോക്ടർ സർജറി വേണമെന്ന് പറയുന്നുണ്ട്. ഇത്ര നാളും അവര് സേവ് ചെയ്ത് വെച്ചിരുന്ന ആ പൈസയും ലോൺ എമൗണ്ട് കൊടുത്ത് വാസുവിന്റെ സർജറി നടത്തുന്നുണ്ട്. സർജറി നല്ല രീതിയിൽ തന്നെ കഴിയാണ്. പ്രഭുവിനോട് വാസു ആ പൈസ മുഴുവൻ എടുത്തോന്ന് ചോദിക്കുമ്പോൾ പ്രഭു മിണ്ടാതിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ വാസുവിന് ആ പൈസ മുഴുവൻ എടുത്തെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ നന്നായി തന്നെ കരയുന്നുണ്ട്. അതിലൊന്നും വീണു പോകാതെ റിക്കവർ ആയി വന്ന വാസു ജോലിക്ക് പോവാണ്. അവൻ ജോലിക്ക് ചെന്നപ്പോഴത്തേക്കും അവന്റെ പഴയ ഓണർ ആയിട്ടുള്ള ആ ഒരു വയസ്സായ ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന അയാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മകനാണ് കമ്പനി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. വാസു ഇപ്പൊ ഒരു വീടിന്റെ കാര്യത്തിന് വേണ്ടി ഒരു കോൺട്രാക്ടറെ പോയി കാണുമ്പോൾ അഡ്വാൻസ് എമൗണ്ട് തന്നാൽ മാത്രം അത് നിങ്ങൾക്ക് ഫിക്സ്ഡ് ആക്കി വെക്കാം, ഒരുപാട് ആൾക്കാർ ആ വീട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയാണ്. ഇതുകൊണ്ട് തന്നെ തന്റെ അനിയന്റെ അടുത്ത് പോയി വാസു കുറച്ച് പൈസ കടം ചോദിക്കുന്നുണ്ട്. ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വാസു പാവം പഠിക്കാതെ ജോലി ചെയ്ത് നടന്നിരുന്നത്. എന്നാൽ ഇപ്പോ അവര് തന്നെ വാസുവിനെ ഭയങ്കര വില കുറച്ചാണ് കാണുന്നത്. വാസുവിന്റെ അനിയത്തിനായിട്ട് അവൻ മിണ്ടുന്നില്ല. കാരണം അനിയത്തി നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും വീട് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ദേഷ്യം കൊണ്ടാണ് കുറച്ച് പൈസ കടം തന്ന് സഹായിക്കാനായിട്ട് അനിയനോട് വാസു പറയുമ്പോൾ നിനക്കിപ്പോ വയ്യാത്തതല്ലേ, നീ എങ്ങാനും ഇടയിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്റെ ആ ഒരു പൈസ ആര് തിരിച്ചു തരും എന്നാണ് ചോദിക്കുന്നത്. പ്രഭുവിന് ജോലി കിട്ടുമെന്ന് പറയുമ്പോൾ ആദ്യം അവനക്ക് ജോലി കിട്ടി അവന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്നെ കൊണ്ട് കാട്ടി തന്നാല് ഞാൻ പൈസ തരാമെന്ന് അവരനിയനും പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ അടുത്ത് പോയി കൈ നീട്ടിയതിന് വാസുവിന്റെ 2 മക്കളും അവനെ വഴക്ക് പറയുന്നുണ്ട്. കോളേജിൽ ഇപ്പോ ക്യാമ്പസ് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് പ്രഭു അവന്റെ ഫ്രണ്ടും നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. വാസു തന്റെ മകന് ഭയങ്കര പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആ ഒരു ഇന്റർവ്യൂവിനെ അയക്കുന്നത്. കോൺട്രാക്ടറോട് ഒന്ന് വെയിറ്റ് ചെയ്യാനും ഇന്ന് രാത്രി ഞാൻ വിവരം തരാം, ആ വീട് എനിക്ക് വേണോ വേണ്ടയോ എന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. ക്യാമ്പസ് ഇന്റർവ്യൂവിന് 8 റൗണ്ട്സ് ആണുള്ളത്. 8ാമത്തെ റൗണ്ടില് വാസു എത്തുന്നുണ്ട്. പക്ഷെ അവനെല്ലാം ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ മീനിങ് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനക്ക് ആ ഒരു ജോബ് കിട്ടുന്നില്ല. അവന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, അവൻ നന്നായി മനസ്സിലാക്കി വെച്ചാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവന്റെ വീട്ടിലെല്ലാം വെള്ളം കയറി വീട് മാറാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു അവര്. അച്ഛനോട് സോറി പറയുന്നുണ്ട്. അച്ഛൻ ആ ഒരു കോൺട്രാക്ടറെ വിളിച്ച് വീട് വേണ്ട, വേറെ പാർട്ടിക്ക് തന്നെ കൊടുത്തോളാനായിട്ട് പറയാണ്. പിറ്റേ ദിവസം വാസു ജോലിക്ക് പോകുന്ന സമയം അവന്റെ സ്ഥാനത്തേക്ക് വേറെ ഒരു പെണ്ണിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന്റെ ജോലി നഷ്ടപ്പെടാണ്. കുടുംബം നോക്കാൻ വേണ്ടി പ്രഭു ഇപ്പോ അവൻ പഠിച്ചതല്ലാതെ വേറെ ഒരുപാട് പണിക്ക് പോകുന്നുണ്ട്. വാസുവിന്റെ അനിയന്റെ മകളുടെ കല്യാണത്തിനായിട്ട് അവര് പോകുമ്പോ പ്രഭുവിനെ അപമാനിക്കുന്ന രീതിയിൽ ആരതിയോട് നീയെങ്കിലും പഠിച്ച് നിന്റെ അച്ഛനെ നന്നായി നോക്കാനായിട്ട് അയാൾ പറയുന്നുണ്ട്. അത് കേട്ട് അവര് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അവൻ എഴുതുന്ന ഒരു എക്സാമിലും അവൻ പാസ്സാവുന്നില്ല. അവനക്ക് അതുകൊണ്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ അച്ഛൻ അവനോട് ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തതായി ട്രൈ ചെയ്യാനായി പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അവന്റെ ഫ്രണ്ട് ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു കമ്പനിയിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇന്റർവ്യൂ അവൻ അറ്റൻഡ് ചെയ്യാണ്. ഇനിയും ഈ ഇന്റർവ്യൂവിൽ തോറ്റുപോയാൽ നീ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അടുത്ത ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കോൺഫിഡൻസോട് കൂടി അവൻ പറഞ്ഞുകൊണ്ട് തന്നെ അവനക്ക് ആ ഒരു ജോലി കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു ജോലി അവനക്ക് പെർമനന്റ് ആവുന്നുമുണ്ട്. കാലങ്ങൾ ഒരുപാട് ഇങ്ങനെ പോകെ പ്രഭു മാരുതിയും കൂടി തന്റെ അച്ഛനെയും അമ്മനെയും ഒരു വലിയ റെസ്റ്റോറന്റിലേക്ക് പോകുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിക്കൊടുക്കുന്നുണ്ട് അവരുടെ ആനിവേഴ്സറിയുടെ അന്ന്. അതുപോലെ തന്നെ അവർക്ക് സർപ്രൈസ് ആയിട്ട് 2 പേർക്കും, അതായത് ആരതിക്കും പ്രഭുവിന് ഇപ്പോൾ ഹൗസിംഗ് ലോണ് സെറ്റ് ആയിട്ടുണ്ട്. ഉടനെ തന്നെ വീട് വാങ്ങിക്കാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അവരുടെ അച്ഛനും അമ്മയും സന്തോഷം കൊണ്ട് കരഞ്ഞു പോവാണ്. അങ്ങനെ ഹാപ്പി ആയിട്ട് പോവാണ്. ഇവർ ഒരുപാട് അപ്പാർട്ട്മെന്റ്സ് കണ്ടിട്ട് അവസാനം ഒരെണ്ണം ഫിക്സ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വാസുവിന്റെ അനിയൻ വീട്ടിലേക്ക് വന്നിട്ട് ആരതിക്ക് ഒരു കല്യാണാലോചന കൊണ്ടുവരാണ്. വലിയ കോടീശ്വരന്മാരായ ആൾക്കാരാണ്. അവര് സ്ത്രീധനൊന്നും ചോദിക്കുന്നില്ല. ആരതി കല്യാണത്തിന് സമ്മതിക്കുന്നില്ലെങ്കിലും ലൈഫ് നന്നായി ഇരിക്കണം എന്നും പറഞ്ഞ് വാസു പെണ്ണ് കാണാനായിട്ട് വന്നോളാനായിട്ട് പറയാണ്. അവർക്ക് ആകെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ, സ്ത്രീധനൊന്നും വേണ്ട, പക്ഷെ കല്യാണ ചെലവ് പെണ്ണിന്റെ വീട്ടുകാരെടുക്കണമെന്ന്. അത്രയല്ലേ ഉള്ളൂ. കുഴപ്പമില്ലാന്ന് വിചാരിച്ചാല് അവര് വലിയ ആൾക്കാരല്ലേ, കല്യാണം ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് നടത്തണം, അതായിരുന്നു അവരുടെ കണ്ടീഷൻ. നോക്കുമ്പോ 25 ലക്ഷം രൂപയോളം ആ ഒരു കല്യാണ ചെലവ് വരുന്നുണ്ട്. ആരതി അതുകൊണ്ട് തന്നെ ഈ ഒരു കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. പ്രഭുവാണ് അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത്. കാരണം അവൾക്ക് ആ ഒരു പയ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ബുദ്ധിമുട്ടണ്ട എന്ന് കരുതിയിട്ടാണ് അവൾ കല്യാണത്തിന് സമ്മതിക്കാതിരുന്നത്. അവസാനം ഹൗസിംഗ് ലോൺ വേണ്ടാന്ന് അവര് തീരുമാനിച്ച് വേറെ ലോൺ എടുത്ത് 35 ലക്ഷം രൂപ ചെലവാക്കി ആരതിയെ കല്യാണം കഴിച്ച് അഴക്കുന്നുണ്ട്. ഇതെല്ലാം
പാവം പ്രഭു ഒറ്റയ്ക്ക് നിന്നാണ് വീട്ടേണ്ടത്. ഒരു ദിവസം വാസു പ്രഭുവിനും ഒരു കല്യാണ ആലോചന കൊണ്ടുവരുന്നുണ്ട്. അതും വലിയ കോടീശ്വരന്റെ വീട്ടിലേക്ക് തന്നെ ആയിരുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ ആ പെൺകുട്ടിക്ക് അമ്മയില്ല. അതുകൊണ്ട് ഭയങ്കര ലാളിച്ചാണ് വളർത്തിയത്. ആ കുട്ടിക്ക് ഭയങ്കര വാശിയാണ്. ഇതുവരെ 3-4 എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെക്കന്മാരൊന്നും ഇവളെ ഡീൽ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോവാണ് ചെയ്തത്. പ്രഭുവിന്റെ ലൈഫ് നന്നായിട്ടിരിക്കണമെങ്കിൽ ഈ കല്യാണം കഴിക്കാനായിട്ട് വാസു അവനോട് പറയാണ്. പ്രഭു പറഞ്ഞുകൊണ്ട് തന്നെ അവനും അതിന് സമ്മതിക്കുന്നുണ്ട്. ഒരു ഡ്രസ്സ് എടുക്കാൻ പോലും ആ പെണ്ണ് അവന്റെ ഒപ്പീനിയൻ നോക്കുന്നുണ്ടായിരുന്നില്ല. എന്തിന് ഒരു കോഫിയോ ടീയോ ആണ് കുടിക്കേണ്ടതെന്ന് പോലും തീരുമാനിക്കുന്നത് അമ്മായച്ചനായിരുന്നു. പ്രഭുവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും അവന്റെ ഗതികേട് കൊണ്ട് അവൻ സൈലന്റ് ആവാണ്. ലെഹങ്ക എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ആ പെണ്ണ് അവൾക്ക് ഇഷ്ടപ്പെട്ടവരെന്നും ചൂസ് ചെയ്യുന്നുണ്ട്. അത് തന്നെ ഫിക്സ് ചെയ്യുന്നുണ്ട്. പ്രഭുവിന്റെ അഭിപ്രായം ഒന്നും നോക്കുന്നേ ഇല്ല. അവിടെ വെച്ചിട്ട് അവന് ഐഷുവിനെ കാണാണ്. അവന്റെ സ്കൂളിൽ അവന്റെ ഒപ്പം പഠിച്ച അവന്റെ ഐഷു. രണ്ടുപേരും അങ്ങനെ സ്റ്റെക്ക് ആയി നിൽക്കുന്നുണ്ട്. എന്നാൽ മധു ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും വർത്താനം പറയാനായിട്ട് പറ്റുന്നില്ല. നാളെയാണ് മധു ആയിട്ടുള്ള പ്രഭുവിന്റെ എൻഗേജ്മെന്റ്. എന്നാൽ പോലും അവന് ഐഷുവിന്റെ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നവരെ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കാണ്. അവൾ വന്നതും രണ്ടുപേരും നടന്ന് സംസാരിച്ചുകൊണ്ട് വരാണ്. ആക്ച്വലി ഐഷു അന്ന് പോയത് എന്താന്ന് വെച്ചാല് ഇവൾക്ക് ഇവളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും എപ്പോഴും വഴക്കാണ്. അച്ഛൻ കുടിച്ചു വന്ന് എപ്പോഴും അമ്മയെ തല്ലുമായിരുന്നു. അന്ന് എക്സാമിന്റെ തലേ ദിവസവും അമ്മയെ അങ്ങനെ അടിച്ചിട്ട് അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. കുറച്ച് സീരിയസ് ആയിരുന്നു. ആ ഒരു സമയത്താണ് അവളെ എക്സാം എഴുതാനായിട്ട് വന്നിരുന്നത് പോലും. പിന്നീട് എക്സാം ഒക്കെ കഴിഞ്ഞ് ആരോടും പറയാതെ തന്നെ അവര് പോവാണ് ചെയ്തത്. ഈ ഒരു വിഷമങ്ങളൊന്നും പ്രഭുവിനോട് അവള് പറയാതിരുന്നത് പ്രഭുവിന്റെ കൂടെ അവൾ ഇരിക്കുമ്പോൾ മാത്രമാണ് അവൾക്ക് സന്തോഷം കിട്ടിയിരുന്നത്. ഇതെല്ലാം പറഞ്ഞ് അവര് വേണ്ടവർക്ക് രണ്ട് വഴിക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് അവരുടെ നടുവിലൂടെ ഒരു ഐസ്ക്രീം കാരൻ പോകുന്നുണ്ട്. ആ ഒരു സൗണ്ട് കേട്ട് രണ്ടുപേരും അടുത്തേക്ക് വരാണ്. എന്നിട്ട് പ്രഭു പെട്ടെന്ന് ഐഷുവിനോട് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കാണ്. ഐഷു ഇത് കേട്ട് ആകെ ഷോക്ക് ആവാണ്. കാരണം പിറ്റേ ദിവസം എൻഗേജ്മെന്റ് ഉള്ള ആളാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അവൾക്കും അതിന് ഡബിൾ ഓക്കെ ആയിരുന്നു. രണ്ടുപേരും അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാണ്. പ്രഭു ഈ വിവരം അവന്റെ അച്ഛനോട് പോയി പറയുന്നുണ്ട്. ആരതിക്കും അവന്റെ അമ്മക്കും അവന്റെ ഇഷ്ടമായിരുന്നു വലുത്. അവൻക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്നാണ് പറയുന്നത്. എന്നാൽ അച്ഛൻ മാത്രം ഇതിനെ സമ്മതിക്കുന്നില്ല. ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ നിന്റെ ഫ്യൂച്ചർ പോകും എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു പെൺകുട്ടിയായിട്ടുള്ള കല്യാണം കഴിഞ്ഞാല് ഇവൻക്ക് സ്വന്തമായിട്ട് ഒരു വീട് കിട്ടുമായിരുന്നു. അതൊക്കെ ഇല്ലാതാവൂല. ആര് പറഞ്ഞിട്ടും അച്ഛൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അച്ഛന് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ പോയി കഥ കടക്കുന്നുണ്ട്. പക്ഷെ പ്രഭുവിന് ഐഷുവിനെ ഇനി മിസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പ്രഭു ഐഷുവിനെ തന്നെ കല്യാണം കഴിക്കുകയാണ്. അന്ന് മുതൽ പ്രഭുവിനോട് അവന്റെ അച്ഛൻ മിണ്ടാതാവാണ്. പ്രഭുവിനോട് മാത്രമല്ല കെട്ടിക്കൊണ്ടു വന്ന ആ ഒരു പെണ്ണിനോട് പോലും അയാൾ മിണ്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് കാലങ്ങൾ കടന്നു പോവാണ്. ഇപ്പോഴും അവന്റെ അച്ഛന് അവനോട് മിണ്ടിയിട്ടില്ലായിരുന്നു. ഒരു ദിവസം വാസു അവന്റെ ട്രീറ്റ്മെന്റിന്റെ ആവശ്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പോ ഐഷുവിനെ കാണുന്നുണ്ട്. ഐഷു അപ്പോ നമ്മ ഒരു വീട്ടിലേക്കല്ല പോണേ, അച്ഛൻ കേറ് നമുക്ക് ഒന്നിച്ചു പോവാന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൻ അവളെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ അവിടുന്ന് വേറെ ഒരു ബൈക്ക് ടാക്സി വിളിച്ചിട്ടാണ് പോകുന്നത്. ഐഷു കരഞ്ഞോണ്ട് വീട്ടിൽ വരുന്നത് അമ്മയും കാണുന്നുണ്ട്. ഐഷു എന്താണ് കരഞ്ഞതെന്ന് അറിയില്ല എന്ന് അച്ഛനോട് പറയുമ്പോ അച്ഛനും ഈ കാര്യങ്ങളെല്ലാം അമ്മയോട് പറയുന്നുണ്ട്. അമ്മ ആദ്യമായിട്ട് അച്ഛനോട് ദേഷ്യപ്പെടാണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നിങ്ങളുടെ ശത്രുത മാറിയില്ലേ, ഇത് നല്ലതിനല്ലാന്ന് അമ്മ പറഞ്ഞു പോകുന്നുണ്ട്. ആക്ച്വലി പ്രഭുവിന്റെ കല്യാണം നിന്ന് പോയതിലായിരുന്നില്ല വാസുവിന്റെ വിഷമം, അവൻക്ക് വീട് കിട്ടാതെ പോയതിലായിരുന്നു. അത് ആ ഒരു ഭാര്യക്കും മനസ്സിലാവുന്നുണ്ട്. അവന്റെ ജോലി ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. കാരണം അവിടുത്തെ മാനേജർ ആണെന്ന് വെച്ചാൽ എംപ്ലോയീസിനൊക്കെ ഒരു വിലയില്ലാതെയാണ് കാണുന്നത്. പട്ടിയെ പോലെ പണിയെടുപ്പിക്കുകയാണ്. 12 മണിക്കൂർ ജോലി ചെയ്യുന്നത് കൂടാതെ സാറ്റർഡേ പോലും അവർക്ക് വർക്ക് കൊടുക്കാണ്. ഇതിന്റെ ദേഷ്യത്തില് മാനേജറോട് അവൻ ചോദിക്കാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ റിസൈൻ ചെയ്യാനുള്ള അവസ്ഥ അവനക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഈ ജോലി പോയിട്ടുണ്ടെങ്കിൽ ഇനി ജോലി കണ്ടുപിടിച്ച് വേറെ ഒന്നിൽ കേറി കുടുംബത്തിലെ പ്രാരാബ്ദം കൊണ്ട് അവൻ അതെല്ലാം സഹിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരാണ്. ഇതുകൊണ്ട് തന്നെ അവൻ വീട്ടിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് ഐഷു വന്നാണ് അവനെ സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാങ്കിൽ നിന്ന് അവനക്ക് ഒരു കോള് വരുന്നത്. അവന്റെ ഹൗസിംഗ് ലോണ് പാസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു സന്തോഷ വാർത്ത അച്ഛനോട് അവൻ പോയി പറയുന്നുണ്ട്. എന്നാൽ അച്ഛൻ അവന്റെ മുന്നിൽ വലിയ റിയാക്ഷൻ കൊടുക്കുന്നില്ല. അവര് തമ്മിൽ മിണ്ടൂലല്ലോ. അച്ഛനെ പോയി കെട്ടിപ്പിടിക്കണം എന്ന് അവനക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു അകൽച്ച അവര് വന്നതുകൊണ്ട് തന്നെ അതിനും അവനക്ക് പറ്റുന്നില്ല. ആക്ച്വലി പ്രഭു പോയതിനു ശേഷം മാസം ഒന്ന് ചിരിക്കുന്നുണ്ട്. അവന്റെ അച്ഛൻ അവനക്ക് വിളിക്കുകയാണ്. അവനോട് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ട് പറയുന്നുണ്ട്. പോലീസുകാരോട് സംസാരിച്ചിരിക്കുന്ന അച്ഛനെയാണ് അവൻ കാണുന്നത്. ആരതിയുടെ എന്തോ പ്രശ്നമായിരുന്നു, ഡൊമസ്റ്റിക് വയലൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. ആരതി ഓടി വന്ന് കരഞ്ഞുകൊണ്ട് പ്രഭുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പ്രഭു അവളുടെ മേത്തെല്ലാം അവളുടെ ഭർത്താവ് അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ അവൾക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പോയി നോക്കുമ്പോഴാണ് അവളാണ് ഭർത്താവിനെ അടിച്ചിട്ടുള്ളത്. അതിന്റെ പേരിലാണ് കേസ് എടുക്കുന്നൊക്കെ പറയുന്നത്. അവര് കോടീശ്വരന്മാരായ ആൾക്കാരായതുകൊണ്ട് തന്നെ കേസ് കൊടുക്കാൻ പോലും അവർക്ക് നാണക്കേടായോണ്ട് ആരതി രക്ഷപ്പെടാണ്. വീട്ടിൽ വന്ന എല്ലാവരും ആരതിയോട് പ്രശ്നം എന്താന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് അവൾ പറയുന്നത് ഇവളൊരു മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരു വേലക്കാരിയെ പോലെയാണ് ഭർത്താവിന്റെ വീട്ടില് അവളെ കണ്ടിരുന്നത്. എല്ലാ ജോലിയും ചെയ്യണം, ഒരു വിലയും കൊടുക്കുകയില്ല. അത് മാത്രല്ല
മുഖത്ത് നോക്കിയ ഭർത്താവ് നിന്നോട് എനിക്ക് സ്നേഹമില്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവളുടെ പീക്ക് ലെവലായ സമയത്താണ് എന്തോ വൃത്തികേട് ഭർത്താവ് പറഞ്ഞപ്പോ ഭർത്താവിനിട്ടൊന്ന് കൊടുത്തിട്ട് അവള് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഇപ്പൊ അവളുടെ കയ്യിൽ ഒരു ചെറിയ കൈക്കുഞ്ഞും ഉണ്ടായിരുന്നു. അവൾ അതും പറഞ്ഞ് ഒരുപാട് കരയുന്നുണ്ട്. ഐഷു ആണ് ആ സമയം അവളെ ആശ്വസിപ്പിക്കുന്നത്. ഇതെല്ലാം അച്ഛൻ നോക്കി കാണുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം അടുക്കളയിൽ ജോലി എടുത്തോണ്ടിരിക്കുന്ന ഐഷുവിനോട് അച്ഛൻ ആദ്യമായിട്ട് പോയി സംസാരിക്കുകയാണ്. അച്ഛന്റെ ദേഷ്യം മുഴുവൻ മാറിയിട്ടുണ്ടായിരുന്നു. കാരണം തന്റെ മകൾക്കൊരവസ്ഥ വന്നപ്പോഴാണ് മരുമകളെ കുറിച്ച് ആ ഒരു അച്ഛൻ ആലോചിച്ചത്. ആരതി ഇപ്പോ ആ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇന്നാണ് ഹൗസിൽ ലോണ് സാങ്ഷനായി അവർക്ക് തുക കിട്ടുന്ന ആ ഒരു ദിവസം. അതിന്റെ സന്തോഷത്തിലായിരുന്നു പ്രഭു. ഐഷുവും പ്രഭുവും നല്ല റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന സമയത്ത് ആരതി അവിടേക്ക് വരുന്നുണ്ട്. അച്ഛനോട് ഇതിനെ പറ്റി പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോ പ്രഭു കുറെ ആയല്ലോ അച്ഛനോട് മിണ്ടിയിട്ട് ഇല്ലാന്നാണ് പറയുന്നത്. നേരെ പ്രഭുവിനെ ആരതി അച്ഛന്റെ അടുത്ത് വിളിച്ചു കൊണ്ടുപോയിട്ട് ഇതിനെ പറ്റി പറയുന്നുണ്ട്. അവരുടെ പിണക്കം തീർക്കുന്ന പോലെ കൈ രണ്ടും കോർത്ത് പിടിപ്പിക്കുകയാണ്. അന്ന് ഓഫീസിലാന്ന് വെച്ചാൽ അവന്റെ മാനേജർ അവനെ വിളിപ്പിച്ചിട്ട് നീ വർക്കില് തീരെ ആവറേജ് ആണെന്നും എല്ലാ വർഷവും ഈ ഒരു കോപ്പി പേസ്റ്റ് പോലെ ഒരേ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്, നീ വേസ്റ്റ് ആണെന്നൊക്കെ ഭയങ്കരമായിട്ട് അപമാനിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്റെ സെൽഫ് റെസ്പെക്ട് ഒക്കെ ഒഴുകി പൊക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും വീട്ടിലെ സാമ്പത്തിക പ്രശ്നം ആലോചിച്ച് അവൻ ആ ഒരു മാനേജറോട് ഒന്നും പറയുന്നില്ല. അവന്റെ മനസ്സിൽ അവനക്ക് ആ ഒരു മാനേജറെ എടുത്തിട്ട് അടിക്കണം എന്നുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോരുന്നുണ്ട്. നേരെ അവൻ ആ ഒരു ഹൗസിൽ ലോൺ വാങ്ങാനായിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴും ഈ മാനേജർ പറഞ്ഞ പോലെ തന്നെ കോപ്പി പേസ്റ്റ് എന്നുള്ള ഒരു വേർഡ് അവൻ കേൾക്കുന്നുണ്ട്. അവന്റെ മനസ്സിൽ അത് വല്ലാതെ കിടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീട്ടിലെല്ലാവരും വീട് വാങ്ങാൻ പോകുന്ന സന്തോഷത്തിലായിരുന്നു. പ്രഭു പെട്ടെന്ന് വന്ന് മുട്ടുകുത്തി അച്ഛനോട് സോറി പറയാണ്. എനിക്ക് ഇനി ഇത് പറ്റില്ല എന്നും ആ ജോലി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഹൗസിൽ ലോണ് വേണ്ടാന്ന് വെച്ചു എന്ന് പറയാണ്. കാരണം ഹൗസിൽ ലോൺ കൂടി ആയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സഹിച്ച് പ്രഭു ആ ഒരു ജോലി തന്നെ തുടരണമായിരുന്നു. എന്നാൽ അച്ഛൻ അപ്പോഴും ഒന്ന് ക്ഷമിക്കി സഹിക്കി, നിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടല്ലേ എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നേ വരെ അച്ഛൻ പറഞ്ഞെടുത്ത എല്ലാ തീരുമാനങ്ങളും അവന്റെ ലൈഫിൽ അവനക്ക് തെറ്റിയിട്ടേ ഉള്ളൂ. അവൻ ആദ്യമായിട്ട് അവന്റെ തീരുമാനമായിട്ട് എടുത്തേക്കുന്നത് അവൻ കല്യാണം കഴിച്ചതാണ്. അത് മാത്രമാണ് അവന്റെ ലൈഫിൽ അവനക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടുള്ളത്. എന്തായാലും ജോലി വിടാൻ തന്നെ അവൻ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അച്ഛന് വീടിന്റെ കാര്യം ബ്ലോക്ക് ആയതുകൊണ്ട് വല്ലാതെ സങ്കടം തോന്നുന്നുണ്ട്. ഇപ്പൊ ആരതി തന്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാന്ന് വിചാരിക്കാണ്. അത് അച്ഛനോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഭു അവന്റെ ജോലി വിട്ട് അവന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അവനക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ പോവാണ്. അതുവരെ അവനൊരു ഫാക്ടറിയിൽ ജോലിക്കും പോകുന്നുണ്ട്. ഇപ്പൊ ആ രണ്ട് മക്കളും അവരുടെ ജീവിതത്തിൽ അവരായിട്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാണ്. ആരതിക്കും നല്ല ഒരു ജോലി കിട്ടുന്നുണ്ട്. പ്രഭുവും പഠിച്ച് എഴുതി അവനും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആവുന്നുണ്ട്. അവൻ അറിഞ്ഞുകൊണ്ട് ഇഷ്ടത്തോടെ ചെയ്യുന്ന ആ ഒരു ജോലിക്ക് എല്ലാവരും സാർ ഉള്ളോണ്ടാണ് ഇത് നടന്നതെന്ന് പറഞ്ഞ് അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ അവനക്ക് അതിൽ നിന്ന് ഒരു മനസുഖം കിട്ടിയിരുന്നു. ഈ ഒരു മനസുഖാണ് അവന്റെ മറ്റേ ജോലിയിൽ നിന്ന് അവനക്ക് കിട്ടാതിരുന്നത്. അങ്ങനെ ഒരുപാട് കാലങ്ങൾ തീരാണ്. ആരതിയുടെ മോള് വലുതാവുന്നുണ്ട്. ഇപ്പൊ പ്രഭുവും ആരതിയും മരുമകളായിട്ടുള്ള ഐഷും കൂടി അച്ഛനും അമ്മയും കൊണ്ട് എങ്ങോട്ടോ പോവാണ്. അച്ഛൻ ഇടക്കിടക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകുന്നോണ്ട് തന്നെ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പ്രഭു ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. തന്റെ പേരക്കുട്ടി വന്ന് വിളിച്ചപ്പോ ആ ഒരു അച്ഛനും കാറിൽ കയറി പോകാണ്. എവിടേക്കാണ് പോകുന്നതെന്ന് അച്ഛനും അമ്മക്കും അറിയില്ലായിരുന്നു. അങ്ങനെ അവര് അച്ഛൻ തുടക്കത്തില് വാങ്ങാൻ ആഗ്രഹിച്ച ആ ഒരു അപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത്. ഈ സമയം ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ പണികളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അവര് നിശ്ചയിച്ചു വെച്ചിരുന്ന ആ ഒരു വീട് തന്നെ അവര് വാങ്ങുന്നുണ്ട്. പ്രഭു ആരതിയും കൂടിയാണ് ആ ഒരു വീടിനുള്ള പൈസ കണ്ടെത്തിയത്. അവർ ആഗ്രഹിച്ച പോലെ തന്നെ 3 ബെഡ്റൂം ഉള്ള ഒരു വീടും വാസുദേവൻ ആൻഡ് ഫാമിലി എന്ന് എഴുതിയ ഒരു ബോർഡും ആ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ. അങ്ങനെ ആ ഒരു വയസ്സായ സമയത്ത് വാസുദേവന്റെ ആ ഒരു ആഗ്രഹം, വീടെന്ന് പറഞ്ഞ ആഗ്രഹം സാധിക്കുകയാണ്. ഈ ഒരു മൂവി എക്സ്പ്ലനേഷൻ കേൾക്കണേക്കാളും എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് അത്രക്കും ഇഷ്ടപ്പെടും. പറ്റുന്നവര് ഡയറക്റ്റ് കാണാനായിട്ട് ശ്രമിക്കുക. താങ്ക്